നമസ്കാരം. STV ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. വിവാദമായ മാറാട് പരാമർശത്തിൽ ജമാഅത്തെ ഇസ്ലാമിയെ അയച്ച വക്കീൽ നോട്ടീസിനോട് പ്രതികരിച്ച മുതിർന്ന CPM നേതാവ് AK ബാലൻ. മാപ്പ് പറയാനോ നഷ്ടപരിഹാരം നൽകാനോ മനസ്സില്ല. കേസും കോടതിയും ജയിലും പുത്തിരിയല്ലെന്നും വക്കീൽ നോട്ടീസിലെ ആക്ഷേപങ്ങൾ വസ്തുതാവിരുദ്ധമെന്നും AK ബാലൻ. മലയാള ഭാഷാ ബിൽ സംബന്ധിച്ച കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യയുടെ പ്രസ്താവന അപകടകരമാണെന്ന് മന്ത്രി MP രാജേഷ്. ബിൽ ഭാഷാ ന്യൂനപക്ഷ വിരുദ്ധമാണെന്നും പ്രസ്താവന സിദ്ധരാമ തിരുത്തണം. ബുൾഡോസർ രാജിനെതിരെ കേരളം പ്രതികരിച്ചതിന്റെ പ്രതികാരമാണ് കർണാടക മുഖ്യമന്ത്രിയുടെ പരാമർശമെന്നും MP രാജേഷ്. സംസ്ഥാന സ്കൂൾ കലോത്സവവുമായി ബന്ധപ്പെട്ടുയർന്ന താമര വിവാദത്തിന് പരിസമാപ്തി. ഒരു വേദിക്ക് താമര എന്ന പേരിലും കുട്ടികളുടെ പരിപാടിയായതുകൊണ്ട് കലോത്സവം മികച്ച രീതിയിൽ നടക്കണമെന്നും ഇക്കാര്യത്തിൽ വഴക്കിനും വെല്ലുവിളിക്കുമില്ലെന്നും മന്ത്രി V ശിവൻകുട്ടി. തീരുമാനത്തെ സ്വാഗതം ചെയ്ത BJP. സമൂഹത്തിൽ ഭിന്നിപ്പും സ്പർദ്ധയും വളർത്തുന്ന പ്രചരണ വേലകൾക്കെതിരെ കരുതൽ വേണമെന്ന് മുസ്ലിം ലീഗ് ദേശീയ ഓർഗനൈസിംഗ് സെക്രട്ടറി ET മുഹമ്മദ് ബഷീർ MP. ജീവകാരുണ്യ രംഗത്ത് മുസ്ലിം ലീഗിനോളം ഇടപെടൽ നടത്തുന്ന മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയില്ലെന്നും ET മുഹമ്മദ് ബഷീർ. പാലക്കാട് IUML ജനപ്രതിനിധി സംഗമം. വയനാട് ദുരന്തബാധിതരോട് യൂത്ത് കോൺഗ്രസ് പരസ്യമായി മാപ്പ് പറയണമെന്ന് AIYF. ചൂരൽമല മുണ്ടക്കൈ ദുരന്തബാധിതരുടെ പേരിൽ ഭവന നിർമ്മാണത്തിനായി ജനങ്ങളിൽ നിന്ന് കോടികൾ പിരിച്ചെടുത്ത് യൂത്ത് കോൺഗ്രസ് വാഗ്ദാന ലംഘനം നടത്തിയെന്ന് ആരോപണം. നെറികെട്ട സമീപനം കേരള ജനത തിരിച്ചറിയുമെന്ന് AIYF സംസ്ഥാന സെക്രട്ടറി TT ജിസ്മോൻ. മങ്കരയിൽ കൃഷി നശിപ്പിച്ച സാമൂഹ്യ വിരുദ്ധരുടെ അഴിഞ്ഞാട്ടം. അരങ്ങാട്ട് പാടശേഖരത്തിൽ നടാൻ പാകമായ ഞാറ്റടികൾ നശിപ്പിച്ചു. പ്രതിഷേധവുമായി കർഷകർ. ഒറ്റപ്പാലം മനശ്ശേരി വരിക്കാശ്ശേരി മനയ്ക്ക് സമീപം നിയന്ത്രണം വിട്ട ടൂറിസ്റ്റ് ബസ് തോട്ടിലേക്ക് മറിഞ്ഞു. യാത്രക്കാർ പരിക്കേൽക്കാതെ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. കുന്നംകുളത്ത് ഓടിക്കൊണ്ടിരിക്കുന്ന BMW കാർ കത്തി നശിച്ചു. ചുരങ്കാട് മുരുക്കമ്പറ്റിയിൽ സ്റ്റാർട്ടാക്കുന്നതിനിടെ സ്കൂട്ടറിന് തീപിടിച്ചത് പരിഭ്രാന്തി സൃഷ്ടിച്ചു. പെരുമ്പിലാവിൽ ടോറസ് ലോറിക്ക് പിറകിൽ മറ്റൊരു ടോറസ് ലോറി ഇടിച്ച് 2 പേർക്ക് പരിക്ക്. മാത്തൂരിൽ നിയന്ത്രണം വിട്ട ഓട്ടോറിക്ഷ മറിഞ്ഞ് ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന തത്തമംഗലം സ്വദേശിയായ ഡ്രൈവർ മരിച്ചു. വാർത്തകൾ വിശദമായി. മാറാട് കലാപത്തെക്കുറിച്ചുള്ള പരാമർശത്തിൽ മാപ്പ് പറയാനില്ലെന്ന് മുൻ മന്ത്രി AK ബാലൻ. ഇത് സംബന്ധിച്ച് തനിക്കെതിരെ അയച്ച വക്കീൽ നോട്ടീസിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളും വസ്തുതാവിരുദ്ധമെന്നും തെറ്റിദ്ധരിപ്പിക്കുന്നതാണെന്നും AK ബാലൻ പറഞ്ഞു. കേസും കോടതിയും പുത്തിരിയല്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. തനിക്കെതിരെ അയച്ച വക്കീൽ നോട്ടീസിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളും വസ്തുതാവിരുദ്ധവും തെറ്റിദ്ധരിപ്പിക്കുന്നതുമാണെന്നും തന്നെയും പാർട്ടിയെയും പൊതുസമൂഹത്തിനു മുന്നിൽ അവഹേളിക്കുന്നതിനും അപമാനിക്കുന്നതിനും അപകീർത്തിപ്പെടുത്തുന്നതിനും വേണ്ടി പരപ്രേരണയിൽ ഗൂഢ ഉദ്ദേശത്തോടെ കെട്ടിച്ചമച്ചതാണെന്നും AK ബാലൻ പറഞ്ഞു. കേസും കോടതിയും തനിക്ക് പുത്തരിയല്ല. ഭരണഘടനാപരമായ മൂല്യങ്ങൾ മുറുകെ പിടിക്കുന്നയാളാണ് താനെന്നും AK ബാലൻ കൂട്ടിച്ചേർത്തു. നോട്ടീസിൽ ആവശ്യപ്പെട്ടതുപോലെ 1 കോടി രൂപ നഷ്ടപരിഹാരം നൽകാൻ താൻ ഒരുക്കമല്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. തനിക്കെതിരെയുള്ള വിവാദത്തിലൂടെ താനൊരു ന്യൂനപക്ഷ വിരുദ്ധ മനസ്സിൻ്റെ ഉടമയാണെന്ന് വരുത്തുന്നതിനുള്ള ശ്രമമുണ്ട്. ആകർഷകമായൊരു പ്രൊഫൈൽ ജീവിതം ഉപേക്ഷിച്ച് പൊതുപ്രവർത്തനത്തിനിറങ്ങിയ വ്യക്തിയാണ് താൻ. 60 വർഷത്തെ രാഷ്ട്രീയ ജീവിതത്തിനിടെ ഒരു ആക്ഷേപവും ജനങ്ങൾക്കിടയിൽ ഉണ്ടാക്കിയിട്ടില്ല. തൊഴിലാളി വർഗത്തോടുള്ള പ്രതിബദ്ധതയും പാർട്ടിയോടുള്ള വിശ്വാസ്യതയും സംരക്ഷിച്ചുകൊണ്ടാണ് ഇന്നും ജീവിക്കുന്നത്. പൊതുസമൂഹത്തിൽ ഇന്നേ വരെ മതനിരപേക്ഷതയ്ക്ക് എതിരായോ മതന്യൂനപക്ഷ വിരുദ്ധ സമീപനമോ തൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടില്ല. തനിക്കെതിരെ നോട്ടീസ് അയച്ച സംഘടനയുടെ മതപരമായ നയമെന്താണെന്ന് പ്രഖ്യാപിക്കണം. ഒരു മാധ്യമപ്രവർത്തകൻ്റെ ചോദ്യത്തിന് താൻ നൽകിയ മറുപടിയിലെ ജമാഅത്തെ പരാമർശം മാത്രം പ്രതിപക്ഷ നേതാവിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. പ്രതിപക്ഷ നേതാവ് അത് വിവാദമാക്കി. തൻ്റെ പ്രതികരണം തെറ്റിദ്ധാരണ പരത്തുന്ന വിധത്തിൽ തെറ്റായ വ്യാഖ്യാനം നൽകി പ്രചരിപ്പിച്ചു. ഇതിനുള്ള മറുപടി മുഖ്യമന്ത്രി നൽകിയിട്ടുണ്ട്. വർഗീയതയ്ക്കെതിരെ ശബ്ദമുയർത്തുക മാത്രമേ തൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളൂ. ആരെയും അപമാനിക്കുന്ന വിമർശനം നടത്തിയിട്ടില്ലെന്നും AK ബാലൻ പറഞ്ഞു. നോട്ടീസിൽ സൂചിപ്പിച്ചിട്ടുള്ളത് 1 കോടി രൂപ കോമ്പൻസേഷനാണ്. പിന്നെ നിരവാധിക മാപ്പ്, പിന്നെ അനുബന്ധ ചെലവ്. ആദ്യമായിട്ട് ഞാൻ പറയുക, അതൊന്നും കൊടുക്കാൻ എനിക്ക് മനസ്സില്ല. അതിന്റെ ഭാഗമായി ജയിലിൽ പോകാനാണ് അന്തിമ വിധിയെങ്കിൽ അത് സന്തോഷപൂർവ്വം സ്വീകരിച്ച് ജയിലിൽ പോകും. അതുകൊണ്ട് കേസും കോടതിയും എന്നെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയ ആശയം പറയുന്നതും രാഷ്ട്രവും ജനങ്ങളും അഭിമുഖീകരിക്കാൻ പോകുന്ന ആപത്തും ശങ്കയും തുറന്നുകാട്ടുന്നതും അപകീർത്തിപ്പെടുത്തലോ അപമാനിക്കലോ ആക്ഷേപിക്കലോ അല്ല.
അത് ചരിത്രത്തിലെ കറുത്ത പാടുകൾ ആവർത്തിക്കാതിരിക്കാനുള്ള മുന്നറിയിപ്പാണെന്നും AK ബാലൻ കൂട്ടിച്ചേർത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. മലയാള ഭാഷാ ബില്ലുമായി ബന്ധപ്പെട്ട കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യയുടെ ട്വീറ്റ് അപകടകരമെന്ന് മന്ത്രി MP രാജേഷ്. ഭാഷാ ന്യൂനപക്ഷങ്ങൾക്കുമേൽ മലയാള ഭാഷ അടിച്ചേൽപ്പിക്കുന്നതാണ് ബില്ലെന്ന പരാമർശം നിർഭാഗ്യകരമാണെന്നും രാജേഷ് പാലക്കാട്ട് പറഞ്ഞു. കേരള നിയമസഭ ഐകകണ്ഠേന പാസാക്കിയതാണ് ബിൽ. ഭരണഘടനയ്ക്ക് പൂർണ്ണമായും വിധേയമായാണ് ബില്ലുള്ളത്. സംഘപരിവാറിനെപ്പോലെ കോൺഗ്രസും വിദ്വേഷത്തിന് ശ്രമിക്കുകയാണെന്നും ബുൾഡോസർ രാജിൽ വീട് തകർത്തതിൽ കേരളം പ്രതികരിച്ചതിൻ്റെ പ്രതികാരമാണിതെന്നും മന്ത്രി MP രാജേഷ് പറഞ്ഞു. സിദ്ധരാമയ്യ പ്രസ്താവന പിൻവലിച്ച് ഖേദം പ്രകടിപ്പിക്കണമെന്ന് മന്ത്രി ആവശ്യപ്പെട്ടു. ഈ വിഷയത്തിൽ കേരളത്തിലെ കോൺഗ്രസുകാർക്ക് എന്ത് നിലപാടാണുള്ളതെന്ന് വ്യക്തമാക്കണം. അപകടകരമായ പ്രസ്താവന പിൻവലിക്കാൻ സിദ്ധരാമയ്യ തയ്യാറായില്ലെങ്കിൽ കോൺഗ്രസ് നേതൃത്വം ഇടപെടണമെന്നും MP രാജേഷ് ആവശ്യപ്പെട്ടു. സമാനമായ നിലയിൽ കേരളത്തിനെതിരായ വിദ്വേഷ പ്രചരണത്തിന് കോൺഗ്രസ് നേതാവ് കൂടിയായ സിദ്ധരാമയ്യ ഇപ്പോൾ നേതൃത്വം കൊടുക്കുകയാണ്. സംഘപരിവാറിൻ്റെ അതേ ശൈലിയിൽ അതിനെക്കുറിച്ച് കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം മറുപടി പറയണം, അവരുടെ നിലപാട് വ്യക്തമാക്കണം. സിദ്ധരാമയ്യ അത് തിരുത്താൻ തയ്യാറാവുന്നില്ലെങ്കിൽ കോൺഗ്രസ് ഹൈക്കമാൻഡ് ഇടപെട്ട് അത് തിരുത്തിക്കണം. സംഘപരിവാർ മാതൃകയിൽ കേരളത്തെ അധിക്ഷേപിക്കാൻ, കേരളത്തിനെതിരെ വിദ്വേഷ പ്രചരണം നടത്തുന്നതിനെതിരെ ശക്തമായിട്ടുള്ള വികാരമുയർന്നു വരിക തന്നെ ചെയ്യും. അടിസ്ഥാനരഹിതമായ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട്. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൻ്റെ ഒരു വേദിക്ക് താമര എന്ന് പേര് നൽകി. കുട്ടികളുടെ പരിപാടിയായതുകൊണ്ട് കലോത്സവം മികച്ച രീതിയിൽ നടക്കണമെന്നും ഇക്കാര്യത്തിൽ വഴക്കിനും വെല്ലുവിളിക്കുമില്ലെന്നും മന്ത്രി V ശിവൻകുട്ടി പറഞ്ഞു. തീരുമാനത്തെ BJP സ്വാഗതം ചെയ്തു. തൃശ്ശൂരിൽ നടക്കുന്ന സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൻ്റെ 15ാമത് വേദിയുടെ പേരാണ് താമര എന്നാക്കിയത്. BJP പ്രതിഷേധം കണക്കിലെടുത്താണ് തീരുമാനം. കുട്ടികളുടെ പരിപാടിയാണിതെന്നും കലോത്സവം മികച്ച രീതിയിൽ നടക്കണമെന്നും വഴക്കിനും വാക്കേറ്റത്തിനുമില്ലെന്നും ഇതേക്കുറിച്ച് മന്ത്രി V ശിവൻകുട്ടി പ്രതികരിച്ചു. വേദി നമ്പർ 15 ഡാലിയ എന്നുള്ളത് മാറ്റി താമര നടന്നിട്ടുണ്ട്. അതിന് താമര ഉൾപ്പെടുത്തണമെന്നൊരു ആവശ്യമുണ്ട്, ഉയർന്നു. ഇതിലൊരു വിവാദ ചർച്ചയ്ക്കൊന്നും ഞങ്ങൾ പോകുന്നില്ല. യുവജനോത്സവം നന്നായി നടന്നുപോട്ടെ. കഴിഞ്ഞ വർഷം പ്രോഗ്രാമിൽ ഇതില്ലായിരുന്നു. കഴിഞ്ഞ വർഷം കൊണ്ട് നേരത്തെ ഒടുവിൽ നടന്ന യുവജനോത്സവം ഉണ്ടല്ലോ, അതിൽ ഒഴിവാക്കപ്പെട്ടിരുന്നു. അതുകൊണ്ടായിരുന്നു അതാണ് ഉദ്യോഗസ്ഥന്മാർ റിപ്പീറ്റ് ചെയ്തത്. അതൊരു പ്രതിഷേധം പോലെ വന്നപ്പോൾ സ്വാഭാവികമായിട്ട് ഒരു യുവജനോത്സവം പ്രതിഷേധത്തിൽ നടത്തേണ്ടതല്ല. 14,000 പേരെ നമ്മുടെ കൊച്ചു മക്കളാണ് വരുന്നത്. വഴക്കും വക്കാണത്തിൽ നടത്തേണ്ട കാര്യമല്ല. സ്കൂൾ കലോത്സവ വേദിക്ക് ഒടുവിൽ താമരയുടെ പേര് നൽകാൻ സർക്കാർ തീരുമാനിച്ചത് സ്വാഗതാർഹമാണെന്ന് BJP മേഖലാ പ്രസിഡന്റ് A നാഗേഷ് പറഞ്ഞു. ഇക്കാര്യത്തിൽ വിദ്യാഭ്യാസ മന്ത്രി എടുത്ത നിലപാടിനെ നാഗേഷ് അഭിനന്ദിച്ചു. എന്തായാലും കേരള കലോത്സവം നല്ല രീതിയിൽ നടക്കാൻ വിദ്യാഭ്യാസ മന്ത്രി നടത്തിയ ഈ നീക്കത്തെ ഭാരതീയ ജനതാ പാർട്ടി സ്വാഗതം ചെയ്യുന്നു. കക്ഷി രാഷ്ട്രീയത്തിനതീതമായി സാംസ്കാരിക തലസ്ഥാനത്ത് നടക്കുന്ന കേരളോത്സവം എന്തായാലും കേരളത്തിൽ ഏറ്റവും നല്ലൊരു വേദിയായി തൃശൂർ മാറട്ടെ എന്നാണ് ഭാരതീയ ജനതാ പാർട്ടി ആഗ്രഹിക്കുന്നത്. അതിന് വിദ്യാഭ്യാസ മന്ത്രി എടുത്ത ആ തീരുമാനത്തെ BJP സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം എല്ലാവിധ പിന്തുണയും ഭാരതീയ ജനതാ പാർട്ടി അറിയിക്കുന്നു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. സംസ്ഥാനത്ത് അടുത്ത അധ്യയന വർഷം മുതൽ പാഠപുസ്തകങ്ങളുടെ ഭാരം കുറയ്ക്കുമെന്ന് മന്ത്രി V ശിവൻകുട്ടി. പുസ്തകങ്ങളുടെ ഭാരം 25% കുറയ്ക്കും. കുട്ടികൾക്ക് പഠിക്കാനും പുസ്തകം ബാഗിലാക്കി ചുമക്കാനും ബുദ്ധിമുട്ടായ സാഹചര്യത്തിലാണ് തീരുമാനം. അടുത്ത അധ്യയന വർഷം മുതൽ സ്കൂൾ ഗ്രൗണ്ടുകൾ നിർമ്മിക്കുന്നതിന് പ്രത്യേക പ്രാധാന്യം നൽകുമെന്നും മന്ത്രി തൃശ്ശൂരിൽ പറഞ്ഞു. വിദ്യാഭ്യാസ വകുപ്പിന്റെ ഒരു ഉന്നത കമ്മിറ്റി കൂടി തീരുമാനിച്ചു. പാഠപുസ്തകങ്ങളുടെ കനം കുറയ്ക്കുന്നതിന് വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഉള്ള പാഠപുസ്തകം പഠിക്കുന്നതിന് വേണ്ടിയും പ്രയാസമാണ്, കൊണ്ട് നടക്കുന്നതിന് വേണ്ടിയും പ്രയാസമാണ്. അതുകൊണ്ട് തന്നെ പാഠപുസ്തകം അടുത്ത അധ്യയന വർഷത്തിൽ കിട്ടുന്ന പാഠപുസ്തകം ഇപ്പോൾ കിട്ടിയതിനേക്കാൾ 25% കനമെങ്കിലും കുറയുമെന്നുള്ള കാര്യം ഞാൻ നിങ്ങളോട് അറിയിക്കുന്നതിന് വേണ്ടി ഞാൻ ആഗ്രഹിക്കുന്നു. മങ്കരക്കല്ലൂരിൽ നടാൻ പ്രായമായ ഞാറ്റിടികൾ അജ്ഞാതർ നശിപ്പിച്ചതിൽ പ്രതിഷേധവുമായി കർഷകർ. മങ്കരക്കല്ലൂർ അരങ്ങാട് പാടശേഖരത്തിലെ 6 കർഷകരുടെ ഞാറ്റിടികളാണ് കഴിഞ്ഞ ദിവസം പൂർണ്ണമായും നശിപ്പിച്ചത്. അരങ്ങാട് പാടശേഖരത്തിലെ AA രാമകൃഷ്ണൻ, AV രവി, PA അബ്ദുൾ റഹിമാൻ, അപ്പുകുട്ടൻ പറപ്പള്ള, B കുട്ടി, കുട്ടൻ പറപ്പള്ള എന്നീ 6 കർഷകരുടെ ഞാറ്റടിയാണ് അജ്ഞാതർ നശിപ്പിച്ചത്. എന്നാൽ തൊട്ടു സമീപത്തെ ഞാറ്റിടികൾക്കൊന്നും തന്നെ കേടുപാടുകളില്ല. സംഭവം നടന്ന വിവരം കൃഷി ഓഫീസറെ അറിയിക്കുകയും കൃഷിസ്ഥലം സന്ദർശിക്കുകയും ചെയ്തിരുന്നതായി കർഷകർ പറയുന്നു. ഉമ, ജ്യോതി, മട്ട എന്നീ വിത്തുകളുടെ ഞാറ്റടിയാണിത്. നെൽപ്പാടങ്ങളെല്ലാം
പൂട്ടി നിറയേണ്ട സമയത്താണ് കർഷകർക്ക് ഇത്തരം തിരിച്ചടി നേരിട്ടത്. 28 ദിവസം പ്രായമായ ഞാറ്റടികളാണ് നശിപ്പിച്ചിട്ടുള്ളത്. ഞാറ്റടി നശിപ്പിച്ചതോടെ കൃഷിയിറക്കാൻ കഴിയാതെ പ്രയാസപ്പെടുകയാണ് 6 കർഷകർ. ഇത്തരം നീചപ്രവൃത്തികൾ ചെയ്യുന്നവർക്കെതിരെ നടപടികൾ സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് മങ്കര പോലീസിനും ജില്ലാ കൃഷി ഓഫീസർ, മങ്കര കൃഷിഭവൻ എന്നിവർക്ക് പരാതി നൽകുമെന്ന് പാടശേഖര സമിതി ഭാരവാഹികൾ അറിയിച്ചു. സംഭവം അറിഞ്ഞതോടെ കർഷകർ തടിച്ചുകൂടി പ്രതിഷേധിച്ചു. കാരണം എല്ലാം പാവപ്പെട്ട കർഷകരാണ്, നിത്യതൊഴിലും പോവും, അതിൻ്റെ ഇടയിൽ കൂടെ കുറച്ചേ ഉള്ളൂ എല്ലാവർക്കും ഈ മാതിരി ഇത്രയും ഒരു ദയനീയാവസ്ഥ. ഇതിനൊരു പരിഹാരം ആരും പറഞ്ഞു തന്നതുമില്ല. എവിടെ പോകേണ്ടത് ഇതിനെപ്പറ്റി അന്വേഷിച്ചിട്ട് എന്താണ് ഇതിന് പ്രതിവിധി എന്നുള്ളതും പറഞ്ഞു തരാൻ ആളില്ല. അങ്ങേയറ്റം നിരാശയില്ല എല്ലാവരും. വാർഡംഗം ആർ ശാലിനി, പാടശേഖര സമിതി കൺവീനർ പി കെ സൈതലവി, പ്രസിഡന്റ് AC ഗംഗാധരൻ, AS സിദ്ദിഖ്, PK മുഹമ്മദ് അലി, PS മോഹൻദാസ്, AV രവി, PK രാജൻ, കനകലത എന്നിവർ പ്രതിഷേധങ്ങൾക്ക് നേതൃത്വം നൽകി. നടപടിയുണ്ടായില്ലെങ്കിൽ ബന്ധപ്പെട്ട വകുപ്പ് ഓഫീസുകൾക്ക് മുന്നിൽ ശക്തമായ പ്രതിഷേധം നടത്തുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. അപ്പോൾ കൃഷിക്കാർ പോയിട്ട് മങ്കര കൃഷിഭവനിൽ പോയി പറഞ്ഞു, കൃഷി ഓഫീസർ വന്ന് നോക്കുകയും ചെയ്തു. പക്ഷെ സാറൊന്നും അതിനൊരു വ്യക്തമായൊരു മറുപടി പറയാതെ ഇവിടുന്ന് പോവുകയും ചെയ്തത്. അപ്പോൾ ഇനി കർഷകർ ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടത്? ഇത് കണ്ടം മുഴുവനും നിരത്തിയിട്ടുണ്ട്. എവിടെ നിന്ന് ഞാറ് കൊണ്ടുവന്ന് നടും, എന്ത് ചെയ്യുന്ന അറിയാണ്ട് എല്ലാവരും നല്ല വിഷമത്തിലിരിക്കുകയാണ്. അതിനിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് ഒരു പിടിയില്ല. നാളെ അവർ പരാതി കൊടുക്കണം, പോലീസ് സ്റ്റേഷനിൽ പോകണം എന്നൊക്കെ പറയുന്നുണ്ട്. എന്തെങ്കിലും ഒരു നടപടി ഉണ്ടാകണമെന്ന്. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. സമൂഹത്തിൽ ഭിന്നിപ്പും സ്പർദ്ധയും വളർത്തുന്ന പ്രചാരവേലകൾ പ്രവർത്തികളെയും കരുതിയിരിക്കണമെന്ന് മുസ്ലിം ലീഗ് ദേശീയ ഓർഗനൈസിംഗ് സെക്രട്ടറി ET മുഹമ്മദ് ബഷീർ MP. പാലക്കാട് IUML ജനപ്രതിനിധി സംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സാമുദായിക മതസ്പർദ്ധ വളർത്തൽ മുസ്ലിം ലീഗിൻ്റെ ലക്ഷ്യമോ അജണ്ടയോ അല്ലെന്നും ET മുഹമ്മദ് ബഷീർ MP പറഞ്ഞു. ജീവകാരുണ്യവും സേവന പ്രവർത്തനവുമാണ് ലീഗിൻ്റെ ലക്ഷ്യം. സേവന കാരുണ്യ പ്രവൃത്തികൾ ഇത്രമാത്രം നടത്തുന്ന മറ്റ് രാഷ്ട്രീയ പാർട്ടികളില്ല. ജനങ്ങൾ തന്ന വിജയം ജനങ്ങൾക്കു വേണ്ടി ഉപയോഗിക്കുന്നതിനൊപ്പം സ്വന്തം പാർട്ടിയുടെയും മുന്നണിയുടെയും അടിത്തറ വിപുലപ്പെടുത്താനും പരിശ്രമിക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. മുസ്ലിം രാഷ്ട്രീയത്തിന് ഏറ്റവും വലിയ പ്രത്യേകത ഉള്ളത് അതൊരു സാമൂഹിക പ്രതിബദ്ധതയാണ്. ഈ എല്ലാ പാർട്ടികളും ഒരുപാട് വിമർശനങ്ങൾ നമുക്കെതിരായിട്ട് ഉയർത്തിയിടാൻ ശ്രമിക്കാറുണ്ട്. കൃത്രിമമായ കാര്യങ്ങൾ കെട്ടിച്ചമച്ച് നമുക്ക് നേരെ ആരോപണം ഉന്നയിക്കാറുണ്ട്. മുസ്ലിം ലീഗിൻ്റെ പൊളിറ്റിക്കൽ ഐഡിയോളജിയെ സംബന്ധിച്ചിടത്തോളം വിമർശനങ്ങൾക്ക് വിധേയമാകാറുണ്ട്. ഇതൊക്കെ ഉണ്ടെങ്കിൽ തന്നെ അതൊക്കെ നിസ്സാരത എല്ലാവർക്കും മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമാണ്. നമുക്ക് മറ്റൊരു സൽപ്പേരുണ്ട്. ആ സൽപ്പേര് നമ്മൾ ജനങ്ങൾക്ക് വേണ്ടി ഒരുപാട് സേവനം ചെയ്യുന്നു എന്നുള്ളതാണ്. മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് മരക്കാർ മാരായമംഗലം അധ്യക്ഷത വഹിച്ചു. ജില്ലാ ജനറൽ സെക്രട്ടറി സലാം മാസ്റ്റർ, സംസ്ഥാന വൈസ് പ്രസിഡന്റ് N ഷംസുദ്ദീൻ MLA, CH റഷീദ്, കളത്തിൽ അബ്ദുള്ള, MA സമദ്, MM ഹമീദ്, PA തങ്ങൾ, KKA അസീസ്, പൊൻപാറ കോയക്കുട്ടി, PT മുഹമ്മദ്, സലാം മാസ്റ്റർ, റഷീദ് ആലായൻ, റഫീഖ് പാറക്കോട്ടിൽ, ജമീല ടീച്ചർ എന്നിവർ പ്രസംഗിച്ചു. ജില്ലയിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച 260-ലേറെ ജനപ്രതിനിധികൾ സംഗമത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് വോട്ട് കോഴ വിവാദം. യൂത്ത് കോൺഗ്രസ് വടക്കാഞ്ചേരി നിയോജക മണ്ഡലം കമ്മിറ്റി വടക്കാഞ്ചേരി MLA ഓഫീസിലേക്ക് മാർച്ച് നടത്തി. പോലീസ് മാർച്ച് തടഞ്ഞത് നേരിയ സംഘർഷത്തിനിടയാക്കി. ഓട്ടുപാറയിൽ നിന്ന് ആരംഭിച്ച മാർച്ച് MLA ഓഫീസ് പരിസരത്ത് വെച്ച് പോലീസ് തടഞ്ഞു. പ്രവർത്തകർ ബാരിക്കേഡുകൾ മറികടക്കാൻ ശ്രമിച്ചത് നേരിയ സംഘർഷാവസ്ഥ സൃഷ്ടിച്ചു. തുടർന്ന് നടന്ന ധർണ KPCC ജനറൽ സെക്രട്ടറി ജോസ് വള്ളൂർ ഉദ്ഘാടനം ചെയ്തു. ജനാധിപത്യത്തെ കച്ചവടവൽക്കരിക്കുന്ന, ജനാധിപത്യം അട്ടിമറിക്കുന്ന, ജനാധിപത്യ രീതിയിൽ തെരഞ്ഞെടുക്കപ്പെടുന്ന ആളുകളെ മുഴുവൻ ഇല്ലാതാക്കുന്ന CPM-ന്റെ ശൈലി, ആ ശൈലി വടക്കാഞ്ചേരിയിൽ നടപ്പിലാക്കി എന്ന് പറയുമ്പോ നടപ്പിലാക്കാൻ നേതൃത്വം കൊടുത്തവർ CPM-ന്റെ ഉന്നത നേതാക്കന്മാരാണെന്ന് അറിയുമ്പോ ആ നേതാക്കന്മാരിൽ പ്രധാനി ഈ പ്രദേശത്തെ MLA ആണ്. അതിന് നേതൃത്വം കൊടുത്തവരെന്ന് അറിയുമ്പോൾ ഈ MLA-മാർ ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികളെ മുന്നോട്ട് നയിക്കാൻ അല്ലെങ്കിൽ അവർക്ക് മുന്നോട്ട് പോകാൻ അവസരം ഉണ്ടാക്കുന്നവർ ശരിയല്ല. അവസരം നിഷേധിക്കണം, അവിടെ പ്രവർത്തനങ്ങൾ തടയണം. അതാണ് ജനാധിപത്യ വിശ്വാസികൾ എടുക്കുന്ന ഏറ്റവും വലിയ തീരുമാനം. ലക്ഷങ്ങൾ കൊടുത്ത് ജനാധിപത്യത്തെ അട്ടിമറിച്ച് വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം കൈവശപ്പെടുത്തിയ KV നഫീസ രാജിവെക്കുക, CPM-ന്റെ കുതിരക്കച്ചവടത്തിനെതിരെ പ്രതിഷേധിക്കുക തുടങ്ങിയ മുദ്രാവാക്യങ്ങളുമായാണ് യൂത്ത് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ മാർച്ച് നടത്തിയത്. ന്യൂസ് ബ്യൂറോ, തൃശൂർ.
വർഗീയത ബുൾഡോസർ കേരളത്തിൽ ഉരുളാത്തത് ഇടതു സർക്കാർ മനുഷ്യർക്കൊപ്പമായതുകൊണ്ടെന്ന് മന്ത്രി എം പി രാജേഷ്. കേരള മുസ്ലിം ജമാഅത്ത് കേരള യാത്രയ്ക്ക് ഒറ്റപ്പാലത്ത് നൽകിയ ജില്ലാ സ്വീകരണം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. ന്യൂനപക്ഷങ്ങൾക്കെതിരെയും പാവപ്പെട്ട ജനവിഭാഗങ്ങൾക്കെതിരെയുമാണ് വർഗീയ ബുൾഡോസറുകൾ ഉയരുന്നത്. മനുഷ്യർക്കൊപ്പമാണ് കേരള സർക്കാർ. കേരളത്തിലെ സർക്കാരിൻ്റെ പ്രത്യേകത എല്ലാ മനുഷ്യരെയും തുല്യമായി കാണുന്നു എന്നതാണ്. മനുഷ്യരുടെ പ്രശ്നങ്ങൾ കണ്ട് അതിൽ ഇടപെടുന്നു. മാനവികത ഉയർത്തിപ്പിടിക്കുന്ന സമൂഹമാണിത്. ആ സവിശേഷത കഴിഞ്ഞ 10 കൊല്ലമായി കാത്തുസൂക്ഷിക്കുന്ന സർക്കാരാണിത്. ഇന്ത്യയിൽ ഏറ്റവും കലുഷിതമായ കാലയളവായിരുന്നു ഈ 10 കൊല്ലത്തിനിടയിൽ. മറ്റ് സംസ്ഥാനങ്ങളിൽ വർഗീയ സംഘർഷങ്ങൾ, കൂട്ടക്കൊലകൾ, വംശഹത്യകൾ, വർഗീയ ചേരിതിരിവ് എന്നിവയാണ് അരങ്ങേറിയത്. എന്നാൽ ഒരു വർഗീയ കലാപങ്ങളും ഉണ്ടാവാത്ത ഏക സംസ്ഥാനമാണ് കേരളം. ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിൽ വർഗീയ സംഘർഷങ്ങൾ പതിവുള്ള കാലത്ത് കേരളത്തെ ഒരു വർഗീയ കലാപങ്ങളുമില്ലാതെ കാത്തുസൂക്ഷിക്കാൻ കഴിഞ്ഞതിൽ അഭിമാനമുണ്ടെന്നും മന്ത്രി പറഞ്ഞു. ഡൽഹിയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ബുൾഡോസർ വരുന്ന ബുൾഡോസറിന്റെ മുമ്പിൽ കൈ ഉയർത്തി ഒരാൾ നിന്ന് തടയുന്നത് അവരുടെ പേര് ബൃന്ദ കാരാട്ട് എന്നാണ്. ഡൽഹിയിൽ കണ്ടു കാണും ആ ചിത്രം. ഇന്ത്യ മറക്കാത്തൊരു ചിത്രമാണ്. ആ ബുൾഡോസർ പ്രയോഗത്തിന്റെ തുടക്കം അടിയന്തരാവസ്ഥയുടെ കാലത്താണ്. ഡൽഹിയിലെ തുർക്ക്മാൻ ഗേറ്റിൽ അടിയന്തരാവസ്ഥ കാലത്ത് ഒരു രാത്രി ഇരുട്ടി വെളുക്കുമ്പോഴേക്കും ആയിരക്കണക്കിന് വീടുകളാണ് ഇടിച്ചു നിരത്തിയത്. നഗരം സൗന്ദര്യവൽക്കരിക്കാൻ എന്ന പേരിൽ അടിയന്തരാവസ്ഥയുടെ അമിതാധികാരത്തിന് തണലിൽ അന്നും അതിനിരയാക്കപ്പെട്ടവർ ന്യൂനപക്ഷങ്ങളായിരുന്നു. പ്രതിഷേധിച്ചവരെ, എതിർത്തവരെ കൂട്ടക്കൊല ചെയ്യുകയാണ് അന്ന് ചെയ്തത്. കാരണം അടിയന്തരാവസ്ഥയുടെ ഇരുമ്പ് മറയുണ്ടായിരുന്നു. KP മുഹമ്മദ് മുസ്ലിയാർ കൊമ്പം അധ്യക്ഷത വഹിച്ചു. അന്നം ചോദിച്ചു വരുന്ന പാവപ്പെട്ട മനുഷ്യനെ തല്ലിക്കൊല്ലുന്നത് അങ്ങേയറ്റത്തെ കാടത്തമാണെന്ന് ജാഥാനായകൻ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ പറഞ്ഞു. ആൾക്കൂട്ട കൊലപാതകങ്ങളും അക്രമങ്ങളും ഒരു നിലയ്ക്കും മനുഷ്യ സമൂഹത്തിന് അംഗീകരിക്കാനാകില്ല. മനുഷ്യനന്മയ്ക്ക് ഏറെ പേരുകേട്ട ഈ മണ്ണിൽ കഴിഞ്ഞ മാസം വാളയാറിലും നേരത്തെ അട്ടപ്പാടിയിലുമുണ്ടായ സംഭവങ്ങൾ ഏറെ വേദനിപ്പിച്ചെന്നും കാന്തപുരം പറഞ്ഞു. ആൾക്കൂട്ട കൊലപാതകങ്ങളും മറ്റ് അക്രമങ്ങളും ഇവിടെ നടപാടുന്നത് ജനങ്ങൾക്ക് അറിവും ബുദ്ധിയും വിവേകവും നൽകാത്തത് കൊണ്ടാണ് എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. അല്ലാഹുവിൻ്റെ അനുഗ്രഹത്താൽ നമ്മുടെ കേരളം മറ്റ് എല്ലാ സ്റ്റേറ്റുകളിൽ നിന്നും വേറിട്ട് നിൽക്കുന്നത്. സയ്യിദ് അലി ബാഖഫി തങ്ങൾ പ്രാർത്ഥന നടത്തി. ഉപനായകന്മാരായ സയ്യിദ് ഇബ്രാഹിമുൽ ഖലീൽ അൽ ബുഖാരി, പേരോട് അബ്ദുറഹ്മാൻ സഖാഫി, സമസ്ത സെക്രട്ടറി പൊന്മള അബ്ദുൽ ഖാദിർ മുസ്ലിയാർ, മാരായമംഗലം അബ്ദുറഹ്മാൻ ഫൈസി, സാദിഖ് സഖാഫി പെരിന്താറ്റിരി എന്നിവർ പ്രഭാഷണം നടത്തി. VK ശ്രീകണ്ഠൻ MP, K പ്രേംകുമാർ MLA, P മമ്മിക്കുട്ടി MLA, മുഹമ്മദ് മോഹസിൻ MLA, M ഹംസ, KP സുരേഷ് രാജ്, കളത്തിൽ അബ്ദുള്ള, സയ്യിദ് ഷറഫുദ്ദീൻ ജമലുലൈലി, വണ്ടൂർ അബ്ദുറഹ്മാൻ ഫൈസി തുടങ്ങിയവർ സംസാരിച്ചു. MV സിദ്ദിഖ് സഖാഫി സ്വാഗതവും അബ്ദുൽ റഷീദ് അഷ്റഫി നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. മനുഷ്യർക്കൊപ്പം എന്ന മുദ്രാവാക്യമായി കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ നയിക്കുന്ന കേരള യാത്രയ്ക്ക് തൃശൂർ ജില്ലാ അതിർത്തിയായ ചെറുതുരുത്തിയിൽ സ്വീകരണം നൽകി. കേരള യാത്രയുടെ ചരിത്രം തിരുത്തുമെന്നും അകന്നു നിൽക്കുന്നവരെ അടുപ്പിക്കുക എന്നതാണ് തങ്ങളുടെ ലക്ഷ്യമെന്നും കേരള യാത്രയുടെ ഉപനായകൻ സയ്യിദ് ഇബ്രാഹിം ഖലീൽ ബുഖാരി പറഞ്ഞു. ഓരോ ജീവനെയും ഉള്ളിൽ ചേർത്ത് സമൂഹമൊട്ടാകെ തുടരുകയാണ് മനുഷ്യർ ശരിയായ മനുഷ്യരാണ് മാനിഫെസ്റ്റോ നിർമ്മിക്കുകയാണ്. നൂറുകണക്കിന് ആളുകൾ സ്വീകരണ യോഗത്തിൽ പങ്കെടുത്തു. രാവിലെ മുതലേ ചെറിയ കുട്ടികളടക്കം രക്ഷിതാക്കളും ബൊക്കയും മെമൻറ്റോയും ദഫ്മുട്ടും ബാനർ മേന്തിക്കൊണ്ട് സ്വാഗതം പറഞ്ഞാണ് കൊച്ചിൻ പാലത്തിനു സമീപം എത്തിയത്. ശനിയാഴ്ച 10 മണിയോടെ നൂറുകണക്കിന് വാഹനങ്ങളുടെ അകമ്പടിയോടെ ജാഥയുടെ ഉപനായകന്മാരായ സയ്യിദ് ഇബ്രാഹിം ഖലീൽ ബുഖാരി തങ്ങൾ, പേരോട് അബ്ദുറഹ്മാൻ സഖാഫി എന്നിവരെ ചെറുതുരുത്തി കൊച്ചിൻ പാലത്തിനു സമീപം ജില്ലാ നേതാക്കളായ സമസ്ത കേന്ദ്ര മുഷാവറ അംഗം മൊയ്തീൻകുട്ടി മുസ്ലിയാർ താഴപ്പുറ, സയ്യിദ് ഫസൽ തങ്ങൾ,
IMK ഫൈസി, PSK മൊയ്തു, അഡ്വക്കേറ്റ് PU അലി, അബ്ദുൾ ഗഫൂർ 3 പീടിക എന്നിവർ ചേർന്ന് മൗനയും ഷാളും അണിയിച്ച് സ്വീകരിച്ചു. ജനുവരി 1 മുതൽ കാസർഗോഡ് നിന്ന് ആരംഭിച്ച് വിവിധ ജില്ലകളിലെ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി ശനിയാഴ്ച രാവിലെ 10 മണിക്ക് സാംസ്കാരിക ജില്ലയായ തൃശൂർ ജില്ലയിലേക്ക് പ്രവേശിച്ചത്. ഭാരവാഹികളായ MS മുഹമ്മദ് ഹാജി, KR മുഹമ്മദ് അൻവരി, ഷറഫുദ്ദീൻ സഖാഫി, അബ്ദുൾ റഹ്മാൻ ഹാറുനി, KS മൊയ്തീൻകുട്ടി സഖാഫി, KK സഖാഫി, അബ്ദുൾ ഖാദർ സഖാഫി തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. വയനാട് ദുരന്തബാധിതരോട് യൂത്ത് കോൺഗ്രസ് പരസ്യമായി മാപ്പ് പറയണമെന്ന് AIYF ഭവന നിർമ്മാണത്തിന് ജനങ്ങളിൽ നിന്ന് കോടിയിൽ പിരിച്ച് സംഘടനാ വാഗ്ദാന ലംഘനം നടത്തിയെന്ന് AIYF സംസ്ഥാന സെക്രട്ടറി TT ജിസ്മോൻ തൃശൂരിൽ ആരോപിച്ചു. മുമ്പ് വയനാട് ദുരന്തബാധിതർക്ക് യൂത്ത് കോൺഗ്രസ് പ്രഖ്യാപിച്ച ഭവന പദ്ധതിക്ക് വേണ്ടി പിരിച്ച കോടികളെ സംബന്ധിച്ച് ആലപ്പുഴയിൽ നടന്ന സംസ്ഥാന രാഷ്ട്രീയ പരിശീലന ക്യാമ്പിൽ വിമർശനമുയർന്നപ്പോൾ പല നേതാക്കളും ഫണ്ട് പിരിവിൻ്റെ കണക്കുകൾ ആവശ്യപ്പെട്ടെങ്കിലും മറുപടി നൽകാൻ പോലും കഴിയാത്ത ഗതികേടിലായിരുന്നു നേതൃത്വം. 2024 ഓഗസ്റ്റിൽ ദുരന്തബാധിതർക്കായി 30 വീട് നിർമ്മിച്ചു നൽകുമെന്ന വാഗ്ദാനത്തിൻ്റെ ഭാഗമായി നിയോജകമണ്ഡലം കമ്മിറ്റികൾ ചേർന്ന് 2.40 കോടി പിരിച്ചു നൽകാനായിരുന്നു നിർദ്ദേശം. പണം മുഴുവൻ ലഭിച്ചില്ലെന്നും 88 ലക്ഷം രൂപ മാത്രമാണ് സംസ്ഥാന കമ്മിറ്റിയുടെ അക്കൗണ്ടിലെത്തിയതെന്നും അന്നത്തെ സംസ്ഥാന പ്രസിഡന്റ് മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു. പുതിയ പ്രസിഡന്റ് വന്നതിന് ശേഷവും വീട് കൈമാറുന്നതുമായി ബന്ധപ്പെട്ട യാതൊരുവിധ പ്രതികരണവും യൂത്ത് കോൺഗ്രസ് നേതൃത്വത്തിൽ നിന്നുണ്ടായിട്ടില്ലെന്ന് AIYF നേതാക്കൾ ചൂണ്ടിക്കാട്ടി. ഏറ്റവും ഒടുവിൽ KPCCക്ക് 1 കോടി രൂപ കൈമാറുമെന്ന് പറഞ്ഞ് കൈകഴുകുന്ന സമീപനമാണ് യൂത്ത് കോൺഗ്രസ് സ്വീകരിച്ചത്. വയനാട് ദുരന്തബാധിതരുടെ പേരിൽ കോടികൾ പിരിച്ച് യൂത്ത് കോൺഗ്രസ് വഞ്ചന നടത്തി. സുൽത്താൻ ബത്തേരിയിൽ നടന്ന KPCC നേതൃക്യാമ്പിലും വിഷയം ചർച്ചയ്ക്ക് വന്നില്ല. ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെട്ടവരുടെ പുനരധിവാസം ഏറ്റവും മാതൃകാപരമായ രീതിയിൽ തന്നെ പൂർത്തീകരിക്കാൻ സംസ്ഥാന സർക്കാർ ശ്രമിക്കുകയും പൊതുസമൂഹം അതിനെ പൂർണ്ണമായും പിന്തുണയ്ക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ യൂത്ത് കോൺഗ്രസ് നടത്തിയ നെറുകെട്ട സമീപനം കേരള ജനത തിരിച്ചറിയുമെന്ന് AIYF സംസ്ഥാന സെക്രട്ടറി TT ജിസ്മോൻ മാധ്യമങ്ങളോട് പറഞ്ഞു. അതായത് KPCCയുടെ 300 വീട് ഞങ്ങൾ നിർമ്മിച്ചിരിക്കുകയാണ്, സർക്കാർ സ്ഥലം കൊടുക്കാത്തത് കൊണ്ടാണ് അവിടെ വീട് നിർമ്മിക്കാൻ കഴിയാത്തതെന്നുള്ള ഏറ്റവും അബദ്ധജടിലമായിട്ടുള്ള പച്ചക്കള്ളം പ്രചരിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുകയാണ്. അതുകൊണ്ട് കോൺഗ്രസും കേരളത്തിലെ പൊതുസമൂഹത്തോട് മാപ്പ് പറയാൻ തയ്യാറാകണം. ഈ തെരഞ്ഞെടുപ്പിൽ ജനങ്ങളുടെ മുന്നിൽ വോട്ട് ചോദിച്ച് ചെല്ലുമ്പോൾ ഈ വിഷയം ഗൗരവമായി ജനങ്ങൾ ഉന്നയിക്കും എന്നുള്ളത് കൊണ്ട് അവർ പറയുന്നത് എന്താണ്? കർണാടകയിലെ ഗവൺമെൻറ് 100 വീട് നൽകാമെന്ന് പറഞ്ഞ് രാഹുൽ ഗാന്ധിയുടെ ഇടപെടലിനെ തുടർന്ന് അതെങ്ങനെയാണ് കോൺഗ്രസിൻ്റെ അക്കൗണ്ടിൽ വരുന്നത്? അവിടെ കർണാടകയിലെ ഗവൺമെൻറ് കൊടുക്കുന്ന ഫണ്ട് എങ്ങനെയാണ് കോൺഗ്രസിൻ്റെ അക്കൗണ്ടിലേക്ക് വരുന്നത്? അപ്പോൾ അതുകൊണ്ട് KPCC എത്ര വീട് നിർമ്മിച്ചു കൊടുത്തിട്ടുണ്ട്? യൂത്ത് കോൺഗ്രസ് പറയുന്നത് ഞങ്ങളുടെ ഫണ്ട് ഞങ്ങൾ KPCC ഏൽപ്പിക്കുമെന്നാണ് പറയുന്നത്. അത് തന്നെ ശുദ്ധ തട്ടിപ്പും അസംബന്ധമാണ്. അപ്പോൾ അതുകൊണ്ട് ഈ വിഷയം വളരെ ഗൗരവമുള്ള വിഷയമാണ്. AIYF ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേരളത്തിൽ വളരെ ശക്തമായ ക്യാമ്പയിനിലേക്ക് പോകാൻ പോവുകയാണ്. വയനാട് ദുരന്തബാധിതരെ ഉൾപ്പെടെ ചേർത്ത് നിർത്തിക്കൊണ്ട് വയനാടിൽ നിന്ന് ഈ സമരത്തിന് AIYF തുടക്കം കുറിക്കും. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ഷൊർണൂരിൽ അനധികൃതമായി പെർമിറ്റ് നൽകുന്നതിനെതിരെ പ്രതിഷേധം. സംയുക്ത ട്രേഡ് യൂണിയന്റെ നേതൃത്വത്തിൽ ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. അനധികൃതമായി പെർമിറ്റ് നൽകുന്നതിനെതിരെയാണ് സംയുക്ത ട്രേഡ് യൂണിയന്റെ ആഭിമുഖ്യത്തിൽ ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചത്. ഷൊർണൂർ ടൗണിൽ നിന്നും ആരംഭിച്ച മാർച്ചിൽ നിരവധി പേർ പങ്കെടുത്തു. CPM ഷൊർണൂർ ലോക്കൽ സെക്രട്ടറി ND ദിൻഷാദ് പ്രതിഷേധ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. തൊഴിലാളികളോട് കാണിക്കുന്ന ചൂഷണം അവസാനിപ്പിക്കണമെന്ന് യൂണിയൻ നേതാക്കൾ ആവശ്യപ്പെട്ടു. ഞങ്ങൾ രാപ്പകലില്ലാതെ പണിയെടുത്ത് ജീവിക്കാൻ കഴിയുന്ന ജോലി ചെയ്താൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ കുടുംബത്തെ പോറ്റുന്നതിനാവശ്യമായ ഒരു വേതനം ലഭിക്കണം. അങ്ങനെ വേതനം ലഭിക്കണമെങ്കിൽ ഇത് നിയന്ത്രണത്തിന് വിധേയമായി പെർമിറ്റ് നൽകുന്ന സാഹചര്യമുണ്ടാകണം. പണം വാരി കൂട്ടുക എന്ന ലക്ഷ്യത്തോടുകൂടി എല്ലാറ്റിനെയും സമീപിക്കുന്ന നിലവിലെ പുത്തൻ സാമ്പത്തിക നയത്തിന്റെ ഭാഗമായി ഈ തൊഴിലാളികളെ ചൂഷണം ചെയ്യാൻ ഞങ്ങൾ അനുവദിക്കില്ല. ഞങ്ങളുടെ കുടുംബം പോറ്റാൻ ആവശ്യമായ സാഹചര്യങ്ങൾ ഉണ്ടാകണം. അല്ലെങ്കിൽ ഇവിടെ വാഹനം ഞങ്ങൾ ഓടിക്കില്ല എന്ന് മാത്രമല്ല, ഇത്തരത്തിൽ ധിക്കാരമായ സമീപനമായി മുന്നോട്ട് പോവുകയാണെങ്കിൽ ഈ ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ ഓട്ടോ ടാക്സി വാഹനങ്ങൾ ഓടിക്കാൻ കഴിയാത്ത സാഹചര്യത്തിലേക്ക് അതിശക്തമായ നടപടി സ്വീകരിക്കുമെന്ന് ഞങ്ങൾ പറയുകയും ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തുന്ന സാഹചര്യമുണ്ടായി. ശശി ചോറോട്ടൂർ, RG പിള്ള, വിനോദ്, മനോജ്, അക്ബർ, മുസ്തഫ,
തുടങ്ങിയവർ പ്രസംഗിച്ചു. CITU, INTUC, BMS, STTU എന്നീ സംയുക്ത യൂണിയനുകളുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധ മാർച്ച്. ന്യൂസ് സെന്റർ, ഷൊർണൂർ. കേന്ദ്രാധികാരത്തിലെ ഇടതുപക്ഷ സ്വാധീനം ഇല്ലാതായതോടെയാണ് രാജ്യം നവലിബറൽ ഉദാഹരണത്തിലേക്ക് മാറിയെന്ന് മന്ത്രി MP രാജേഷ്. കേരള ഗ്രാമീൺ ബാങ്ക് എംപ്ലോയീസ് ആൻഡ് ഓഫീസേഴ്സ് അസോസിയേഷൻ ജില്ലാ സമ്മേളനം പാലക്കാട്ട് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. ബാങ്കിംഗ് മേഖലയിൽ ഉൾപ്പെടെ പൊതുമേഖലകളിൽ നടക്കുന്നത് സ്വകാര്യവൽക്കരണത്തിന്റെ ബുൾഡോസർ രാജാണെന്നും മന്ത്രി MP രാജേഷ് പറഞ്ഞു. ഒന്നാം UPA ഗവൺമെന്റിന് ആണവകരാറിന്റെ പേരിൽ ഇടതുപക്ഷം പിന്തുണ പിൻവലിച്ചു. ഇടതുപക്ഷമില്ലാത്ത രണ്ടാം UPA ഗവൺമെന്റ് അധികാരത്തിൽ വന്നപ്പോൾ ഈ നയങ്ങൾക്കെല്ലാം വേഗം കൂടി. അന്ന് ഇന്ത്യയിലെ ഭരണകൂടത്തിന്റെ ഏറ്റവും വലിയ ആഹ്ലാദം ഇനി ഇടതുപക്ഷത്തിന്റെ ചങ്ങലകളിൽ നിന്ന് മോചിതമായ ഒരു സർക്കാരാണ്, അതുകൊണ്ട് വേഗത്തിൽ ഈ പരിഷ്കാരങ്ങൾ നടപ്പാക്കാമെന്നാണ്. അതിനുശേഷം മൻമോഹൻ സിംഗും കോൺഗ്രസും കൂടി ഭരിച്ച് തലവേലിയെന്നതുപോലെ അധികാരം നരേന്ദ്രമോദിയുടെ മുമ്പിൽ എത്തിച്ചു കൊടുത്തു. പിന്നീട് നമ്മൾ കാണുന്നത് ഇപ്പോ ഉത്തരേന്ത്യയിൽ ബുൾഡോസറുകൾ ഉരുട്ടുന്നത് പോലെ ഇന്ത്യയിൽ ധനകാര്യ മേഖലയിൽ ഉദാരവൽക്കരണത്തിന്റെ ബുൾഡോസറുകൾ ഉരുട്ടിക്കയറ്റുന്ന കാഴ്ചയാണ്. KGBU പ്രസിഡന്റ് N. മീന അധ്യക്ഷത വഹിച്ചു. MLA A. പ്രഭാകരൻ, CITU ജില്ലാ സെക്രട്ടറി M. ഹംസ, BGBOU പ്രസിഡന്റ് അനൂപ്, കർഷക സംഘം ജില്ലാ സെക്രട്ടറി MR മുരളി, P. ശിവദാസ്, ദീപക് വിശ്വനാഥ്, K. ഉദയഭാസ്കർ, T. സൈതലവി, സജീവ വർഗീസ്, Y. അശ്വന്ത് തുടങ്ങിയവർ പ്രസംഗിച്ചു. ലേബർ കോഡ് വിഷയത്തിൽ സെമിനാറും നടന്നു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ഒറ്റപ്പാലം വരിക്കാശ്ശേരി മലയ്ക്ക് സമീപം ടൂറിസ്റ്റ് ബസ് നിയന്ത്രണം വിട്ട തോട്ടിലേക്ക് മറിഞ്ഞു. ആർക്കും പരിക്കില്ല. ശനിയാഴ്ച ഉച്ചയ്ക്ക് 1 മണിയോടെയായിരുന്നു അപകടം. കണ്ണൂരിൽ നിന്നുള്ള സംഘം സഞ്ചരിച്ച ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. പാലക്കാട്ടേക്ക് പോകുന്നതിനിടയിൽ വരിക്കാശ്ശേരി മന സന്ദർശിക്കാൻ കയറിയതായിരുന്നു സംഘം. കുട്ടികൾ ഉൾപ്പെടെ 27 പേരാണ് ബസ്സിലുണ്ടായിരുന്നത്. ബസ് മനയുടെ കോമ്പൗണ്ടിലേക്ക് പ്രവേശിക്കുന്നതിനിടെ വാഹനം ഓഫായി പിറകിലേക്ക് വരികയും തോട്ടിലേക്ക് മറിയുകയുമായിരുന്നു. അപകടത്തിൽ ആർക്കും പരിക്കില്ല. വൈകിട്ട് 3 മണിയോടെ ക്രെയിൻ എത്തിച്ചാണ് ബസ് തോട്ടിൽ നിന്ന് കയറ്റിയത്. ഫയർഫോഴ്സ് സംഘവും സ്ഥലത്തെത്തിയിരുന്നു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. കുന്നംകുളത്ത് ഓടിക്കൊണ്ടിരിക്കുന്ന BMW കാർ കത്തി നശിച്ചു. പെരുമ്പിലാവ് ഭാഗത്ത് നിന്ന് കുന്നംകുളം ഭാഗത്തേക്ക് വരികയായിരുന്ന കാറിനാണ് തീ പിടിച്ചത്. പട്ടാമ്പി റോഡിലെ TT ദേവസി ജ്വല്ലറിക്ക് മുന്നിലാണ് ഓടിക്കൊണ്ടിരിക്കെ BMW കാർ കത്തി നശിച്ചത്. പെരുമ്പിലാവ് ഭാഗത്തു നിന്ന് കുന്നംകുളം ഭാഗത്തേക്ക് വരികയായിരുന്ന കാറാണ് അഗ്നിക്കിരയായത്. കാറിൽ നിന്ന് പുക ഉയരുന്നത് കണ്ടതോടെ കാറിലുണ്ടായിരുന്നവർ പുറത്തേക്കിറങ്ങി ഓടിയതിനാൽ വൻ ദുരന്തം ഒഴിവായി. വിവരമറിഞ്ഞ കുന്നംകുളം അഗ്നിരക്ഷാസേനയുടെ 2 യൂണിറ്റ് വാഹനങ്ങൾ സ്ഥലത്തെത്തി. കാറിന്റെ മുൻവശം ഭാഗികമായി കത്തി നശിച്ചു. സംഭവത്തെ തുടർന്ന് മേഖലയിൽ പൂർണ്ണമായും ഗതാഗതം തടസ്സപ്പെട്ടു. ബെന്നി മാത്യു, അൻവർ ലൈജു, നവാസ് ബാബു, ഷെരീഫ്, സുരേഷ് കുമാർ, സനൽകുമാർ, ആദർശ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള അഗ്നിരക്ഷാസേനാ സംഘമാണ് തീയണച്ചത്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ചുരങ്കാട് മുരുക്കുപറ്റയിൽ സ്റ്റാർട്ടാക്കുന്നതിനിടെ തീപിടിച്ച സ്കൂട്ടർ കത്തി നശിച്ചു. ഈസ്റ്റ് ഒറ്റപ്പാലം ചാളംകുഴിയിൽ ഷബീറിന്റെ സ്കൂട്ടറാണ് കത്തി നശിച്ചത്. ചുനങ്ങാട് പഴയ പോസ്റ്റ് ഓഫീസിന് സമീപം റോഡരികിൽ നിർത്തിയിട്ടതായിരുന്നു സ്കൂട്ടർ. മലപ്പുറം പോയി തിരിച്ചു വരുന്നതിനിടെ വണ്ടി സ്റ്റാർട്ടാകാത്തതിനെ തുടർന്നാണ് നിർത്തിയിട്ടിരുന്നത്. ഉച്ചയ്ക്ക് ശേഷം വന്ന് സ്റ്റാർട്ടാക്കുന്നതിനിടെ പ്ലഗ് സ്ഥാപിച്ച ഭാഗത്തു നിന്ന് തീ ഉയരുകയായിരുന്നു. ഈസ്റ്റ് ഒറ്റപ്പാലം ചാളംകുഴിയിൽ ഷബീറിന്റെ സ്കൂട്ടറാണ് നശിച്ചത്. ആളിപ്പടർന്ന തീ തൊട്ടടുത്ത ഹോട്ടലിൽ നിന്നും വീട്ടിൽ നിന്നും വെള്ളം കൊണ്ടുവന്ന് അണയ്ക്കാൻ ശ്രമിച്ചെങ്കിലും നടന്നില്ല. സ്കൂട്ടർ കത്തി നശിച്ചു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. പെരുമ്പിലാവിൽ ടോറസ് ലോറിക്ക് പിറകിൽ മറ്റൊരു ടോറസ് ഇടിച്ച് അപകടം. അപകടത്തിൽ 2 പേർക്ക് പരിക്കേറ്റു. ടോറസ് ലോറികളുടെ ഡ്രൈവർമാരായ പാവറട്ടി സ്വദേശി അനുരാഗ് ആൻഡോ, പെരുമ്പിലാവ് സ്വദേശി രാജേഷ് എന്നിവർക്കാണ് അപകടത്തിൽ പരിക്കേറ്റത്. ഇന്ന് പുലർച്ചെയാണ് അപകടമുണ്ടായത്. കുറ്റിപ്പുറം ഭാഗത്തു നിന്ന് കുന്നംകുളം ഭാഗത്തേക്ക് വരികയായിരുന്ന ടോറസ് ലോറി പെരുമ്പിലാവിൽ പാതയോരത്ത് നിർത്തിയിട്ട ടോറസ് ലോറിക്ക് പിറകിൽ ഇടിക്കുകയായിരുന്നു. പരിക്കേറ്റ ഇരുവരെയും കുന്നംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. നിയന്ത്രണം വിട്ട ഓട്ടോ മറിഞ്ഞ് പരിക്കേറ്റ് ചികിത്സയിലിരിക്കെ ഡ്രൈവർ മരിച്ചു. കോട്ടായി കുഴൽമന്ദം പ്രധാന പാതയിൽ മാത്തൂർ അഗ്രഹാരത്തിന് സമീപം വളവിലാണ് ഓട്ടോറിക്ഷ നിയന്ത്രണം തെറ്റിമറിഞ്ഞത്. ഡ്രൈവർ തത്തമംഗലം അടിച്ചിറ തങ്കൻ്റെ മകൻ 48 വയസ്സുള്ള പ്രകാശൻ ജില്ലാ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് മരിച്ചത്. CPM ഒറ്റപ്പാലം ഏരിയ കമ്മിറ്റി തദ്ദേശഭരണം ശില്പശാല സംഘടിപ്പിച്ചു. ഏരിയ സെക്രട്ടറി S. കൃഷ്ണദാസ് ഉദ്ഘാടനം ചെയ്തു. CPM ഒറ്റപ്പാലം ഏരിയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ AKG മന്ദിരത്തിലാണ് ശില്പശാല സംഘടിപ്പിച്ചത്. ഏരിയ സെക്രട്ടറി S. കൃഷ്ണദാസ് ഉദ്ഘാടനം ചെയ്തു. ഈ ശില്പശാല എന്ന് പറയുമ്പോൾ നമ്മുടെ പാർട്ടിയെ സംബന്ധിച്ച് ഈ വരുന്ന 5 വർഷക്കാലം
കൗൺസിലർമാർ എങ്ങനെയാണ് ഭരണ സംവിധാനത്തെ ഉപയോഗപ്പെടുത്തേണ്ടത്, അതുപോലെ ഭരണാധികാരികൾ എങ്ങനെയാണ് ഭരണ സംവിധാനത്തെ ഉപയോഗപ്പെടുത്തേണ്ടത് എന്നതിനെ സംബന്ധിച്ച് മാത്രം പറയാൻ വേണ്ടി മാത്രമല്ല, ഇവിടെ ഇരിക്കുന്ന ഓരോ ജനപ്രതിനിധികളും പാർട്ടി സഖാക്കളാണ്. അവരുടെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ഈ ഭരണ സംവിധാനത്തെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് എങ്ങനെയാണ് പാർട്ടിയുടെ ജനസ്വാധീനം വർദ്ധിപ്പിക്കാൻ വേണ്ടി കഴിയുക എന്നതിനെ സംബന്ധിച്ചുള്ള പ്രവർത്തനം നടത്താൻ ഉത്തരവാദിത്തപ്പെട്ടവരാണ്. പ്രാദേശിക ഭരണവും സാമ്പത്തിക വികസനവും എന്ന വിഷയത്തിൽ KGPA CEO KB മദൻ മോഹൻ, നവകേരള കർമ്മപരിപാടിയും തദ്ദേശ സ്ഥാപനങ്ങളും എന്ന വിഷയത്തിൽ നവകേരള മിഷൻ പാലക്കാട് കോർഡിനേറ്റർ P. സൈദലവി എന്നിവർ ക്ലാസ് എടുത്തു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. KSTA ജില്ലാ സമ്മേളനത്തിന് ഉജ്ജ്വല തുടക്കം. അധ്യാപകരുടെ വൻ പ്രകടനത്തോടെ കോട്ടായി മേജർ റോഡിൽ സീതാറാം യെച്ചൂരി നഗറിലാണ് സമ്മേളനം. DYFI കേന്ദ്ര കമ്മിറ്റി അംഗം ജെയ്ക് C. തോമസ് ഉദ്ഘാടനം ചെയ്തു. നമ്മൾ എന്തിന് KSTA അംഗത്വം എടുത്ത് KSTയുടെ ഒരു പ്രവർത്തകൻ അല്ലെങ്കിൽ ഒരു പ്രവർത്തകയായിരിക്കണം? പതിറ്റാണ്ടുകൾക്ക് പുറകിൽ വിദ്യാർത്ഥി രാഷ്ട്രീയ രംഗത്ത് ഈ ചോദ്യം സുലഭമായി ഉണ്ടായിരുന്നു. വിദ്യാർത്ഥികൾ വരുന്നത് പഠിക്കുവാൻ വേണ്ടിയിട്ടല്ല. പഠിക്കുവാൻ നിയതമായ ഉത്തരവാദിത്വം ഏറ്റെടുത്ത ക്ലാസ് മുറികളിലേക്ക് വരുന്ന വിദ്യാർത്ഥികൾക്ക് രാഷ്ട്രീയത്തിന്റെ ആവശ്യമുണ്ടോ? ഈ ചോദ്യം ഉയർന്നു വന്നിരുന്നു. ഏറെയും കുറഞ്ഞും ഈ ചോദ്യം ഇന്ന് എല്ലാ മേഖലകളിലും പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്ന് കാണുവാൻ കഴിയും. കോട്ടായിൽ KSTയുടെ സമ്മേളനത്തിനായി ഒത്തുചേരുന്നതിന് 3-4 ദിവസങ്ങൾക്ക് പുറകിലാണ് ഇന്ത്യയിലെ ദേശീയ ദിനപത്രങ്ങൾ അത് പ്രമുഖ സ്ഥാനം അലങ്കരിക്കുന്നതാണ് ദ ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ്. ജില്ലാ പ്രസിഡന്റ് അജിത് അധ്യക്ഷത വഹിച്ചു. സമ്മേളനത്തോടനുബന്ധിച്ച് നടത്തിയ വിവിധ മത്സര വിജയികൾക്ക് PP സുമോദ് MLA സമ്മാന വിതരണം നടത്തി. സംസ്ഥാന സെക്രട്ടറി നൌഷാദ് അലി, ജില്ലാ ഭാരവാഹികൾ തുടങ്ങിയവർ സംസാരിച്ചു. ശനിയാഴ്ച രാവിലെ 10-ന് പരുത്തിപ്പള്ളി MS കൺവെൻഷൻ സെന്ററിൽ VS അച്യുതാനന്ദൻ നഗറിൽ നടക്കുന്ന പ്രതിനിധി സമ്മേളനം മുൻ വിദ്യാഭ്യാസ മന്ത്രി C. രവീന്ദ്രനാഥ് ഉദ്ഘാടനം ചെയ്യും. പ്രമുഖ വ്യക്തിത്വങ്ങൾ പങ്കെടുക്കുമെന്ന് സംഘാടകർ അറിയിച്ചു. കോട്ടായി ചെമ്പൈ ഗ്രാമത്തിൽ നിന്നും പ്രകടനമായാണ് പൊതുസമ്മേളന വേദിയിലെത്തിയത്. ന്യൂസ് ബ്യൂറോ, കോട്ടായി. അധിക്ഷേപ പോസ്റ്ററുകൾക്കെതിരെ പാലക്കാട് DCC പ്രസിഡന്റ് A. തങ്കപ്പൻ പോലീസിൽ പരാതി നൽകി. പോസ്റ്റിനെതിരെ തങ്കപ്പന്റെ ഭാര്യ K. പ്രസന്നകുമാരിയും FB പോസ്റ്റുമായി രംഗത്ത് വന്നു. പാലക്കാട് SP-ക്കാണ് DCC പ്രസിഡന്റ് A. തങ്കപ്പൻ പരാതി നൽകിയത്. വസ്തുതാവിരുദ്ധമായ കാര്യങ്ങളാണ് പോസ്റ്ററിലുള്ളതെന്ന് പരാതിയിൽ പറയുന്നു. എതിർ രാഷ്ട്രീയ ചേരിയിലുള്ളവരാണ് പോസ്റ്ററുകൾക്ക് പിന്നിൽ. രാഷ്ട്രീയ ഗൂഢാലോചനയും സംശയിക്കുന്നതായി പരാതിയിലുണ്ട്. തിരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ച് കോൺഗ്രസ് പ്രസ്ഥാനത്തെയും പാർട്ടി ജില്ലാ പ്രസിഡന്റിനെയും അപകീർത്തിപ്പെടുത്താനുള്ള നീക്കം നടത്തുന്നവരെ കണ്ടെത്തണമെന്നും നിയമാനുസൃത നടപടി സ്വീകരിക്കണമെന്നും ആവശ്യപ്പെട്ടാണ് പരാതി. പോസ്റ്റർ വിവാദത്തിനെതിരെ DCC പ്രസിഡന്റ് A. തങ്കപ്പന്റെ ഭാര്യ പ്രസന്നകുമാരിയും രംഗത്തെത്തി. A. തങ്കപ്പനെ പാലക്കാട്ട് സ്ഥാനാർത്ഥിയാക്കിയാൽ ഭാര്യയുടെ വോട്ട് പോലും ലഭിക്കില്ലെന്ന പോസ്റ്ററിലെ പരാമർശത്തിനെതിരെയാണ് പോസ്റ്റ്. കോൺഗ്രസുകാരനായ അച്ഛൻ്റെ മകളായതിനാൽ തന്നെ കുട്ടിക്കാലം മുതൽ രാഷ്ട്രീയം കണ്ടു വളർന്ന ഒരാളാണ് ഞാനെന്നും വായനയും തൊഴിലും ജീവിതാനുഭവങ്ങളുമെല്ലാം തന്നിൽ വ്യക്തമായ രാഷ്ട്രീയ ബോധം രൂപപ്പെടുത്തിയിട്ടുണ്ടെന്നും തങ്കപ്പന്റെ ഭാര്യ K. പ്രസന്നകുമാരിയുടെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നു. സ്വന്തം ഭാര്യ പോലും വോട്ട് ചെയ്യാത്ത തങ്കപ്പനെ പാലക്കാടിന് വേണ്ട എന്ന പേരിൽ കോൺഗ്രസുകാർ പതിച്ചതാണെന്ന് തോന്നിപ്പിക്കും വിധം DCC ഓഫീസിന് സമീപത്ത് മേൽവിലാസമില്ലാതെ പതിച്ച പോസ്റ്ററുകൾക്ക് പിന്നിൽ BJP-യോ CPM-ഓ അല്ലെങ്കിൽ കേരളത്തിൽ ചർച്ചയാകുന്ന CJP-യോ ആണെന്ന് സംശയമുണ്ടെന്ന് FB പോസ്റ്റിൽ പ്രസന്നകുമാരി പ്രതികരിച്ചു. രാഷ്ട്രീയമായി തന്നെ ഇതിനെയെല്ലാം നേരിടുമെന്നും പ്രസന്നകുമാരി ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. KSSPU മങ്കര യൂണിറ്റ് 34-ാം വാർഷിക സമ്മേളനം കണ്ണമ്പരിയാരം PKN MJB സ്കൂളിൽ നടന്നു. മങ്കര ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് R. ഷാജീവ് ഉദ്ഘാടനം ചെയ്തു. പല സേവനങ്ങളും നടത്തുന്നവരും ഇവിടെ ഉണ്ടാവാം. അതുപോലെ തന്നെ ഇപ്പോൾ ഇവിടെ ഇരിക്കുന്നതിൽ മോഹനൻ മാസ്റ്റർ ചിലപ്പോൾ എന്നെ അറിയില്ല. അദ്ദേഹം കിലയിലെ ജനപ്രതിനിധികൾക്ക് ക്ലാസ് എടുക്കാൻ വരുന്ന ഒരു മാഷ് കൂടിയാണ്. അത്തരത്തിൽ അതിനപ്പുറം ഇപ്പോൾ ബാലമാഷൊക്കെ 2016-17 റിട്ടയർമെൻ്റ് ആയെങ്കിലും അതിന് ശേഷം പഞ്ചായത്തിൻ്റെ ഓരോ പരിപാടികളിലും കൃത്യമായി എത്തുകയും അതുപോലെ ഓരോ വ്യക്തികളുടെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഓരോ വ്യക്തികളെയും സഹായിക്കാൻ മുന്നിട്ടിറങ്ങുന്ന ഒരു
സഹായം കൂടിയാണ് ബാലൻ മാസ്റ്റർ. യൂണിറ്റ് പ്രസിഡന്റ് പി പ്രേമ ടീച്ചർ അധ്യക്ഷത വഹിച്ചു. AN സഹദേവൻ അനുശോചന പ്രമേയം അവതരിപ്പിച്ചു. പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട മങ്കര പഞ്ചായത്ത് ജനപ്രതിനിധികളെയും മാധ്യമപ്രവർത്തകൻ മെയ്തീൻകുട്ടിയെയും ആദരിച്ചു. ജില്ലാ സെക്രട്ടറി PN മോഹൻദാസ് സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിച്ചു. ബ്ലോക്ക് സെക്രട്ടറി K പാർത്ഥസാരഥി, KK കൗസല്യ, KM ബാലകൃഷ്ണൻ, MK ശിവദാസൻ, P ഗംഗാധരപിള്ള, യൂണിറ്റ് സെക്രട്ടറി PI വേലായുധൻ, CM വിപിനൻ എന്നിവർ സംസാരിച്ചു. സാംസ്കാരിക സമിതി കൺവീനർ K നന്ദനൻ മാസ്റ്റർ സ്വാഗതവും VK മുരളി മാസ്റ്റർ നന്ദിയും പറഞ്ഞു. സമ്മേളനത്തിന് മുൻപ് യൂണിറ്റ് പ്രസിഡന്റ് പ്രേമ ടീച്ചർ പതാക ഉയർത്തി. സ്കൂളിലേക്ക് ആവശ്യമായ ശുചീകരണ വസ്തുക്കളും മങ്കര പെൻഷൻ യൂണിറ്റ് പ്രധാന അധ്യാപികയ്ക്ക് കൈമാറി. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. അതിജീവിക്കാം, കരുത്താർജിക്കാം എന്ന മുദ്രാവാക്യത്തോടെ കേരള അറബിക് ടീച്ചേഴ്സ് അസോസിയേഷൻ പാലക്കാട് വിദ്യാഭ്യാസ ജില്ലാ സമ്മേളനം പറളി മുജാഹിദീൻ അറബിക് കോളേജ് ഓഡിറ്റോറിയത്തിൽ നടന്നു. ജില്ലാ പഞ്ചായത്ത് അംഗം PP അൻവർ സാദത്ത് ഉദ്ഘാടനം ചെയ്തു. ഒരു കാലത്ത് അറബി ഭാഷാ പഠനം തന്നെ കോർണറൈസ് ചെയ്ത ഒരു കാലത്തായി, കമ്പാർട്ട്മെന്റ് ചെയ്ത ഒരു കാലത്തായി. വിശുദ്ധ ഖുർആനൊക്കെ ഇറങ്ങിയ ഭാഷയായതുകൊണ്ട് ഈ ഭാഷ സംസാരിക്കുന്നത് ഒരു പ്രത്യേക സമൂഹമാണ് എന്ന ബോധ്യത്തിൽ നിന്ന് ഇതൊരു പ്രത്യേക സമൂഹത്തിൻ്റെ മാത്രം വിശുദ്ധ ഭാഷയാണ് എന്ന ഒരു ധാരണയിൽ നിന്ന് ഒക്കെ ഉണ്ടായിട്ടുള്ള വലിയ വെല്ലുവിളികളുണ്ടായി. പക്ഷെ ആ ഒരു കാലത്തെ അന്നത്തെ നമ്മുടെ പൂർവികന്മാരുടെ ഇച്ഛാശക്തി കൊണ്ട് ഫെഡറേഷൻ റവന്യൂ ജില്ലാ സെക്രട്ടറി KMA ഹക്കീം അധ്യക്ഷത വഹിച്ചു. മണ്ണൂർ പഞ്ചായത്ത് അംഗം VM അൻവർ സാദിഖ് മുഖ്യപ്രഭാഷണം നടത്തി. മുജാഹിദീൻ അറബിക് കോളേജ് പ്രിൻസിപ്പൽ NAM ഇസാഖ് മൗലവി, റവന്യൂ ജില്ലാ ട്രഷറർ PA റസാഖ്, ഷാറോൺ മാനേജിംഗ് ഡയറക്ടർ VA ഷാജഹാൻ, KATF ഓഡിറ്റർ T സെയ്താലി പട്ടാമ്പി, റവന്യൂ ജില്ലാ സീനിയർ വൈസ് പ്രസിഡന്റ് MTA നാസർ, മെക്ക ജില്ലാ സീനിയർ വൈസ് പ്രസിഡന്റ് K ഉമ്മർ, ജില്ലാ വനിതാ വിംഗ് ജനറൽ കൺവീനർ ആയിഷ പറളി, റവന്യൂ ജില്ലാ സെക്രട്ടറി അസ്ലം കിളിറാണി തുടങ്ങിയവർ സംസാരിച്ചു. അതിജീവിക്കാം, കരുത്താർജിക്കാം എന്ന വിഷയം സംസ്ഥാന സെക്രട്ടറി TC അബ്ദുൽ ലത്തീഫ് മാസ്റ്റർ സംസാരിച്ചു. ജില്ലാ സെക്രട്ടറി റഷീദ് പുതുക്കോട് സ്വാഗതവും M അബ്ദുൽ ലത്തീഫ് നന്ദിയും പറഞ്ഞു. സമാപന സമ്മേളനം സംസ്ഥാന പ്രസിഡന്റ് AT സൈനുൽ ആബീൻ ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ റിട്ടയർ ചെയ്ത അറബി അധ്യാപകരെ ആദരിച്ചു. ന്യൂസ് ബ്യൂറോ, കോട്ടായി. ഒറ്റപ്പാലത്ത് ഓൾ ഇന്ത്യ ബാങ്ക് എംപ്ലോയീസ് അസോസിയേഷൻ ടേൺ കമ്മിറ്റി സമ്മേളനം നടന്നു. സംസ്ഥാന ജനറൽ സെക്രട്ടറി B രാംപ്രകാശ് ഉദ്ഘാടനം ചെയ്തു. കേരളത്തിൽ നടന്നിട്ടുള്ള ജില്ലാ സമ്മേളനങ്ങളിൽ ഏറ്റവും അധികം സഖാക്കളുടെ പങ്കാളിത്തം കൊണ്ട് നിറഞ്ഞു നിന്ന സമ്മേളനം പാലക്കാട് ജില്ലാ സമ്മേളനമായി. ഏകദേശം 700ഓളം സഖാക്കൾ പങ്കെടുത്ത ഒരു സമ്മേളനമാണ്. പാലക്കാട് ജില്ലാ കമ്മിറ്റിയുടെ താഴെ 14 ടൗൺ കമ്മിറ്റികളാണ് ഉള്ളത്. ഇത് 11ാമത്തെ ടൗൺ സമ്മേളനമാണ് നടക്കുന്നത്. ഇനി 3 സമ്മേളനം കൂടി ഇവിടെ നടക്കുവാനുണ്ട്. 14 ടൗൺ കമ്മിറ്റികളിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഒരു മുൻപന്തിയിൽ നിന്ന് പ്രവർത്തിക്കുന്ന ഒരു ടൗൺ കമ്മിറ്റിയാണ് ഒറ്റപ്പാലം ടൗൺ കമ്മിറ്റി എന്ന് പറയുന്നതിൽ അതീതമായ സന്തോഷമുണ്ട്. കേരളത്തിലുള്ള 140 ടൗൺ കമ്മിറ്റികളിൽ ചില ടൗൺ കമ്മിറ്റികളിൽ ഇപ്പോൾ ഓഫിലേറ്റ് നല്ല രീതിയിൽ പ്രവർത്തിച്ചു വരുന്നുണ്ട്. CM കിഷോർ അധ്യക്ഷത വഹിച്ചു. N സുന്ദരൻ, സജീദ് മൊഹിയുദ്ദീൻ, M സുനിൽകുമാർ, KS വിമൽ, PT പ്രദീപ് കുമാർ, വിദ്യ K തമ്പി എന്നിവർ പ്രസംഗിച്ചു. ഭാരവാഹികളായി CM കിഷോർ ചെയർമാൻ, PT പ്രദീപ് കുമാർ സെക്രട്ടറി, K അബ്ദുൽ നാസർ ട്രഷറർ എന്നിവരെ തെരഞ്ഞെടുത്തു. ബാങ്കുകളിൽ പഞ്ചദിനവാരം നടപ്പിലാക്കണമെന്ന് യോഗം ആവശ്യപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. ഷൊർണൂർ കാരേക്കാട് അയ്യപ്പൻ കോവിലിലെ കെട്ടുവിളക്ക് മഹോത്സവം ഭക്തിസാന്ദ്രമായി. വെള്ളിയാഴ്ച രാവിലെ ആരംഭിച്ച ആഘോഷ പരിപാടികൾക്ക് ശനിയാഴ്ച പുലർച്ചെയാണ് സമാപനമായത്. വെള്ളിയാഴ്ച രാവിലെ നട തുറന്ന് നിർമ്മാല്യ ദർശനത്തിന് ശേഷം ഭാരതപ്പുഴയിലേക്ക് ആറാട്ടിന് എഴുന്നള്ളിപ്പോടെയാണ് കെട്ടുവിളക്ക് മഹോത്സവ ചടങ്ങുകൾക്ക് തുടക്കമായത്. കുംഭാഭിഷേകത്തോടെ നവാഭിഷേകങ്ങളും കളഭച്ചാർത്തും നടന്നു. നിവേദ്യപൂജ, പ്രസാദ വിതരണം എന്നിവയുമുണ്ടായി. ഉച്ചയ്ക്ക് നമ്പ്രം വേലക്കുടയ്ക്ക് സ്വീകരണം നൽകി. വൈകുന്നേരം പഞ്ചവാദ്യത്തിൻ്റെ അകമ്പടിയോടെ പാലക്കൊമ്പ് എഴുന്നള്ളിപ്പ് നടന്നു. വൈകിട്ട് 5-ന് നിതിൻ ആനന്ദിൻ്റെ തായമ്പക, തുടർന്ന് പാലക്കൊമ്പ് സ്ഥാപിക്കലും കോമരങ്ങളുടെ നൃത്തവും ദീപാരാധന, പ്രസാദഊട്ട് എന്നിവയുണ്ടായി. രാത്രി കൂനത്ര രാമചന്ദ്രനും സംഘവും അവതരിപ്പിച്ച തായമ്പക അരങ്ങേറി. അയ്യപ്പൻ പാട്ട്, താലം കൊളുത്താൻ പുറപ്പാട്, പാൽക്കിണ്ടി എഴുന്നള്ളിപ്പ് എന്നിവയോടെ ശനിയാഴ്ച പുലർച്ചെ ഉത്സവത്തിന് സമാപനമായി.
സെന്റർ, ഷൊർണൂർ. ഷൊർണൂർ സെന്റ് ആഗ്നേഷ് ദേവാലയത്തിൽ വിശുദ്ധ ആഗ്നേസിൻ്റെയും വിശുദ്ധ സെബാസ്റ്റ്യൻസിൻ്റെയും തിരുനാൾ ആഘോഷത്തിൻ്റെ ഞായറാഴ്ച തുടക്കമാകും. ആഘോഷത്തിൻ്റെ ഒരുക്കങ്ങൾ പൂർത്തിയായി. ഷൊർണൂർ സെന്റ് ആഗ്നസ് ദേവാലയത്തിൽ ഇടവക മധ്യസ്ഥയായ വിശുദ്ധ ആഗ്നസിൻ്റെയും രക്തസാക്ഷിയായ വിശുദ്ധ സെബാസ്റ്റ്യനോസിൻ്റെയും സംയുക്ത തിരുനാളാണ് ജനുവരി 13 മുതൽ 19 വരെ തീയതികളിൽ ആചരിക്കുക. തിരുനാളാഘോഷത്തിനുള്ള ഒരുക്കങ്ങൾ ദേവാലയത്തിൽ പൂർത്തിയായി. 11 ഞായറാഴ്ച ഇടവക ദിനത്തിൽ വൈകിട്ട് 4 മണിക്ക് തിരുനാൾ കൊടിയേറ്റം നടക്കും. ആഘോഷമായ വിശുദ്ധ കുർബാന 5:30 ഇടവക ദിനാചരണവും ഭക്ത സംഘടനകളുടെ വാർഷികവും നടക്കും. 12 മുതൽ 16 വരെ വൈകിട്ട് 5 മണിക്ക് വിശുദ്ധ കുർബാന, നൊവേന എന്നിവയും നടക്കും. 17 ശനിയാഴ്ച 4 മണിക്ക് ആഘോഷമായ വിശുദ്ധ കുർബാന, പ്രസംഗം, സീജോ കാരിക്കാട്ടിൽ നടത്തുന്ന സന്ദേശം, വൈകിട്ട് 5:30 കുരിശടിയിലേക്ക് പ്രദക്ഷിണം എന്നിവയും നടക്കും. തിരുനാൾ ദിനമായ 18 ഞായറാഴ്ച രാവിലെ 8 അമ്പെഴുന്നള്ളിപ്പ്, വൈകിട്ട് 4 ആഘോഷമായ തിരുനാൾ കുർബാന, വൈകിട്ട് 5:30 പൊതുവാൾ ജംഗ്ഷനിലേക്ക് തിരുനാൾ പ്രദക്ഷിണം എന്നിവയും നടക്കും. 19 തിങ്കളാഴ്ച രാവിലെ 7 മരിച്ചവർക്ക് വേണ്ടിയുള്ള വിശുദ്ധ കുർബാനയും ഇതോടനുബന്ധിച്ച് നടത്തും. ന്യൂസ് സെന്റർ, ഷൊർണൂർ. ഇനി മാറ്റുലി. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ ക്ഷേത്രതന്ത്രി കണ്ഠര രാജീവരെ അറസ്റ്റ് ചെയ്തത് വ്യത്യസ്ത അഭിപ്രായങ്ങൾക്കിടയാക്കിയിട്ടുണ്ട്. ഗൂഢാലോചനയിൽ തന്ത്രി പങ്കാളിയാണെന്ന് SITയുടെ അറസ്റ്റ് റിപ്പോർട്ട്. നിരപരാധിയെ തന്നെ കൊടുക്കാൻ ശ്രമിക്കുകയാണെന്ന പ്രതികരണമാണ് തന്ത്രിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായത്. കേസിൽ തന്ത്രിയെ ബലിയാടാക്കുകയാണോ? മാറ്റുലിയിലേക്ക്. ശബരിമല സ്വർണ്ണ കൊള്ളക്കേസിൽ തന്ത്രിയെ അറസ്റ്റ് ചെയ്തതിലൂടെ സർക്കാർ ഇരട്ടത്താപ്പാണ്. തന്ത്രിയെ കുടുക്കിയാൽ മറ്റെല്ലാവരും രക്ഷപ്പെടും എന്നുള്ള ഒരു ദുർവ്യാഖ്യാനമാണ് ഇതിലൂടെ വെളിച്ചത്ത് വരുന്നത്. ഇതിൻ്റെ സത്യാവസ്ഥ അറിയാൻ കേരളത്തിലെ ആഗോളതലത്തിലും ഭക്തജനങ്ങൾക്ക് ആവശ്യമുണ്ട്, അവകാശമുണ്ട്. ശബരിമല പോലെയുള്ള പുണ്യപാവനമായ ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസ് വഴിതിരിച്ചു വിടാനാണോ എന്നാണ് നാം തന്ത്രിയുടെ അറസ്റ്റിലൂടെ SITയുടെ രംഗപ്രവേശവും അത് അമിത്ഷായും പിണറായിയും തമ്മിലുള്ള കൂട്ടുകെട്ടിൻ്റെ ഭാഗമല്ലയോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ശബരിമലയുടെ പരിപാവനത കാത്തുസൂക്ഷിക്കാൻ എല്ലാ ഭക്തജനങ്ങൾക്കും അവകാശമുണ്ട്. ആശ്ചര്യമുണ്ട്, ഇതിൻ്റെ ഓരോ നടപടിക്രമങ്ങൾ മുന്നോട്ട് പോകുമ്പോഴും ഇതിൻ്റെ യഥാർത്ഥ പ്രതികളെ വെളിച്ചത്ത് കൊണ്ടുവരാനുള്ള നീക്കത്തിൽ നിന്ന് പിന്തിരികയാണോ സർക്കാർ എന്ന് നാം സംശയിക്കേണ്ടിയിരിക്കുന്നു. ഇതാണ് എൻ്റെ വിലയേറിയ അഭിപ്രായം. ശബരിമല സ്വർണ്ണക്കൊള്ളയ്ക്കെതിരായിട്ടുള്ള SITയുടെ പോരാട്ടം തുടരണം. തീർച്ചയായിട്ടും ഇത് തന്ത്രി മുതൽ മന്ത്രി വരെയുള്ള കൊടും കൊള്ളക്കാരുടെ ഒരു ഗൂഢാലോചനയാണ് ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടത്തിയിരിക്കുന്നത്. കഴിഞ്ഞ 10 വർഷത്തെ അഴിമതി ഭരണത്തിൽ മുങ്ങിക്കുളിച്ച ഇടതുപക്ഷ ഗവൺമെൻറ്റിൻ്റെ ഒരു അധ്യായമാണ് ഈ സ്വർണ്ണക്കൊള്ള, ക്ഷേത്ര സ്വർണ്ണക്കൊള്ള. അതിൽ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട കൊള്ളയാണ് ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ചർച്ചാ വിഷയമായിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇത് എല്ലാവരും പറയുന്ന പോലെ തന്നെ തന്ത്രി മുതൽ മന്ത്രിമാർ വരെയുള്ള ഇതിൻ്റെ പിന്നിലുള്ള കുറ്റവാളികളെ തീർച്ചയായിട്ടും അറസ്റ്റ് ചെയ്യണം. ഇതിൽ തന്ത്രിക്കും ഇതിൽ പങ്കുണ്ട്, ഇതിൽ രാഷ്ട്രീയമുണ്ട്, ഇതിൽ ഒരുപാട് ഗൂഢാലോചനകളും ഇതിൻ്റെ പിന്നിലുണ്ട്. ഇതെല്ലാം പുറത്തു വരണം എന്നാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നതും അതുപോലെ തന്നെ വ്യക്തിപരമായി ഞാൻ ആഗ്രഹിക്കുന്നു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വിവാദമായ മാറാട് പരാമർശത്തിൽ ജമാഅത്തെ ഇസ്ലാമിയെ അയച്ച വക്കീൽ നോട്ടീസിനോട് പ്രതികരിച്ച മുതിർന്ന CPM നേതാവ് AK ബാലൻ. മാപ്പ് പറയാനോ നഷ്ടപരിഹാരം നൽകാനോ മനസ്സില്ല. കേസും കോടതിയും ജയിലും പുത്തിരിയല്ലെന്നും വക്കീൽ നോട്ടീസിലെ ആക്ഷേപങ്ങൾ വസ്തുതാവിരുദ്ധമെന്നും AK ബാലൻ. മലയാള ഭാഷാ ബിൽ സംബന്ധിച്ച കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യയുടെ പ്രസ്താവന അപകടകരമാണെന്ന് മന്ത്രി MP രാജേഷ്. ബിൽ ഭാഷാ ന്യൂനപക്ഷ വിരുദ്ധമാണെന്നും പ്രസ്താവന സിദ്ധരാമ തിരുത്തണം. ബുൾഡോസർ രാജിനെതിരെ കേരളം പ്രതികരിച്ചതിന്റെ പ്രതികാരമാണ് കർണാടക മുഖ്യമന്ത്രിയുടെ പരാമർശമെന്നും MP രാജേഷ്. സംസ്ഥാന സ്കൂൾ കലോത്സവവുമായി ബന്ധപ്പെട്ടുയർന്ന താമര വിവാദത്തിന് പരിസമാപ്തി. ഒരു വേദിക്ക് താമര എന്ന പേരിലും കുട്ടികളുടെ പരിപാടിയായതുകൊണ്ട് കലോത്സവം മികച്ച രീതിയിൽ നടക്കണമെന്നും ഇക്കാര്യത്തിൽ വഴക്കിനും വെല്ലുവിളിക്കുമില്ലെന്നും മന്ത്രി V ശിവൻകുട്ടി. തീരുമാനത്തെ സ്വാഗതം ചെയ്ത BJP. സമൂഹത്തിൽ ഭിന്നിപ്പും സ്പർദ്ധയും വളർത്തുന്ന പ്രചരണ വേലകൾക്കെതിരെ കരുതൽ വേണമെന്ന് മുസ്ലിം ലീഗ് ദേശീയ ഓർഗനൈസിംഗ് സെക്രട്ടറി ET മുഹമ്മദ് ബഷീർ MP.
ജീവകാരുണ്യ രംഗത്ത് മുസ്ലിം ലീഗിനോളം ഇടപെടൽ നടത്തുന്ന മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയില്ലെന്നും ഇ ടി മുഹമ്മദ് ബഷീർ. പാലക്കാട് IUML ജനപ്രതിനിധി സംഗമം. വയനാട് ദുരന്തബാധിതരോട് യൂത്ത് കോൺഗ്രസ് പരസ്യമായി മാപ്പ് പറയണമെന്ന് AIYF. ചൂരൽമല മുണ്ടക്കൈ ദുരന്തബാധിതരുടെ പേരിൽ ഭവന നിർമ്മാണത്തിനായി ജനങ്ങളിൽ നിന്ന് കോടികൾ പിരിച്ചെടുത്ത് യൂത്ത് കോൺഗ്രസ് വാഗ്ദാന ലംഘനം നടത്തിയെന്ന് ആരോപണം. നെറികെട്ട സമീപനം കേരള ജനത തിരിച്ചറിയുമെന്ന് AIYF സംസ്ഥാന സെക്രട്ടറി TT ജിസ്മോൻ. മങ്കരയിൽ കൃഷി നശിപ്പിച്ച് സാമൂഹ്യ വിരുദ്ധരുടെ അഴിഞ്ഞാട്ടം. അരങ്ങാട്ട് പാടശേഖരത്തിൽ നടാൻ പാകമായ ഞാറ്റടികൾ നശിപ്പിച്ചു. പ്രതിഷേധവുമായി കർഷകർ. ഒറ്റപ്പാലം മണിശ്ശേരി വരിക്കാശ്ശേരി മലയ്ക്ക് സമീപം നിയന്ത്രണം വിട്ട ടൂറിസ്റ്റ് ബസ് തോട്ടിലേക്ക് മറിഞ്ഞു. യാത്രക്കാർ പരിക്കേൽക്കാതെ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. കുന്നംകുളത്ത് ഓടിക്കൊണ്ടിരിക്കുന്ന BMW കാർ കത്തിനശിച്ചു. ചുരങ്കാട് മുരുക്കമ്പറ്റിയിൽ സ്റ്റാർട്ടാക്കുന്നതിനിടെ സ്കൂട്ടറിന് തീപിടിച്ചത് പരിഭ്രാന്തി സൃഷ്ടിച്ചു. പെരുമ്പിലാവിൽ ടോറസ് ലോറിക്ക് പിറകിൽ മറ്റൊരു ടോറസ് ലോറി ഇടിച്ച് 2 പേർക്ക് പരിക്ക്. മാത്തൂരിൽ നിയന്ത്രണം വിട്ട ഓട്ടോറിക്ഷ മറിഞ്ഞ് ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന തത്തമംഗലം സ്വദേശിയായ ഡ്രൈവർ മരിച്ചു. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.